ഇന്നൊരു ഹോം ടൂർ ആയാലോ എന്ന് വിചാരിച്ച ഞാൻ ഈ ചെടികളൊക്കെ കണ്ടപ്പോൾ ഒരു ഗാർഡൻ ടൂർ ആയാലോ എന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്ക് ചെടികൾ കണ്ടപ്പോൾ പിന്നെ ഹോം ടൂർ എടുക്കാൻ തോന്നിയില്ല കേട്ടോ. ഇതൊരു നമ്മുടെ ഒരു നെയ്ബറിൻ്റെ വീടാണ്. പുള്ളിക്കാരത്തിക്കിടെ ഏറ്റവും വലിയൊരു ക്രേസ് എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾ തന്നെയാണ്. ഞാനിങ്ങനെ ആൻറ്റിയോട് ചോദിക്കുമായിരുന്നു, ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ആൻറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെ വളമാണ് കൊടുക്കുന്നത്, ഇതെങ്ങനെയാണ് ഇതിനെ ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ ചെടികളെ നമ്മൾ സ്നേഹിച്ചാൽ അതിങ്ങനെ വളർന്നോളും. അതിന് പ്രത്യേകിച്ച് വളവോ പിന്നെ നമ്മൾ അത്യാവശ്യം ഈ കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ ആ ചെടികൾ മനോഹരമായിട്ട് വളരുമെന്നാണ് ആൻറ്റി പറഞ്ഞ മറുപടി. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ആൻറ്റിയുടെ ഒരു എൻട്രൻസ് ഏരിയ ആണ്, നമുക്ക് ഉള്ളിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ കാണുന്ന വളരെ മനോഹരമായി വളരെ ബ്യൂട്ടിഫുള്ളായി പന്തലിച്ച് കിടക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണ പന്തലൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന അതേ ഫീലിങ്സിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പൂവിൻ്റെ പേര് ശരിക്കും ആൻറ്റി പറഞ്ഞു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 മന്ത് കൂടുമ്പോഴാണ് ഈ ചെടിയിൽ ഈ പൂ ഉണ്ടാകുന്നത്. ആ ഒരു പൂവ് എന്ത് ഭംഗിയിലാണ് കിടക്കുന്നതെന്നറിയാമോ, വളരെ മനോഹരമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. ആ ഒരു കളറ് എന്ന് പറയുന്നത് തന്നെ പച്ച ഇലകളിൽ ഒരു ഓറഞ്ച് ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്തോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം തോന്നി, വല്ലാത്തൊരു കൗതുകമായിരുന്നു എനിക്കിത് കാണാൻ. ഇത് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് കുറേ ചെടികളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അതിന് കൂടുതൽ എനിക്ക് കാണിക്കാൻ കഴിയാത്തത്. ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് ഞാൻ ഗാർഡൻസിലാണ് ഒരുപാട് അതിൻ്റെ കളക്ഷൻസ് കാണുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ഓർക്കിഡ്സ് ഞാൻ കണ്ട്. ഇവരിതെല്ലാം ഹാങ് ചെയ്തിട്ടേക്കാണ്. കുറേ സൈഡിൽ ഇങ്ങനെ എല്ലാ സൈഡിലും ഓർക്കിഡാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഇത് ഒരു യെല്ലോ കളറിലൊരു പൂവുണ്ടല്ലേ, നമ്മളെ കണിക്കൊന്നയൊക്കെ പോലെ, വളരെ ഭംഗിയായിരുന്നു അത്. ഇതൊരു വയലറ്റ് ആണോ എന്നറിയില്ല, ഒരു ലൈറ്റ് ബ്ലൂ കളറ് ഒരു ഓർക്കിഡാണ്. ഇത് ഈ കാണിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഓർക്കിഡാണ്. ഒരു ഓറഞ്ച്, റെഡിഷ്, യെല്ലോയിഷ് എല്ലാം കൂടെ കലർന്നൊരു വളരെ മനോഹരമായൊരു ഓർക്കിഡ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഓർക്കിഡ് കുഞ്ഞിനെ കണ്ടോ, അതും വളരെ മനോഹരം, ലൈറ്റ് ബ്ലൂ കളറ്, ഒരു വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്നെ താലോലിക്കാൻ നോക്കിയതാട്ടോ. വേണ്ട ഡോണ്ടു എന്ന് പറയുകയായിരുന്നത്. എന്നിട്ട് ഞാൻ നേരെ തിരിഞ്ഞ് അടുത്ത സൈഡിലോട്ട് പോയപ്പോൾ അവിടെയും ദേ നിൽക്കുന്നു നമ്മുടെ സ്വന്തം ഓർക്കിഡ്. അതും ഒരു വൈറ്റ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിൽ. അതിനെയും ഞാൻ ചുമ്മാ ഇങ്ങനെ തലോലിക്കാൻ നോക്കി. അപ്പോഴും അതെന്നോട് മന്ത്രിച്ചു, വേണ്ട മോളെ വേണ്ട, വിട്ടോ വെക്കോ എന്ന്. എന്നിട്ട് ഇതുണ്ടോ മുട്ടായിട്ട് നിൽക്കുകയാണ്. 2 പൂക്കളായി വിടർന്നിട്ടുണ്ട്, പക്ഷേ ബാക്കി മുട്ടകളുണ്ട്. ഈ ഒരു യെല്ലോ ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ് യെല്ലോ. ഇതൊരു പ്രത്യേകതരം ഓർക്കിഡാണല്ലേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവരെ സമ്മതിക്കണം കേട്ടോ. എന്ന് ചോദിക്കുക, ഇതുപോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഈ ചെടികളൊക്കെ നന്നായിട്ട് മക്കളെ പോലെ എന്താ പറയുക കെയർ ചെയ്തുകൊണ്ട് പോകുന്നത്. സൈഡിലൊക്കെ വളരെ നല്ല നല്ല ചെടികളുണ്ട്, ഒന്നിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഇത് ആ വീടിനുള്ളിലിരിക്കുന്ന ഇതൊക്കെ നമ്മളിങ്ങനെ ഷോയ്ക്ക് വെക്കുന്ന കുറേ ചെടികൾ ഇവിടെ വേറെയുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് എല്ലാം കൂടെ കാണിക്കാനുള്ളൊരു സ്പേസോ ഒരു ടൈമോ, നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയൊന്ന് കുറഞ്ഞ ടൈമിലാണ് ഞാൻ ഈ വീഡിയോസ് ഒന്ന് എടുക്കാനുള്ള റീസൺ. നമുക്ക് കുറേ കൂടെ കഴിയുമ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആയി, പിന്നെ മഴയുടെ ആ ഒരു ക്ലൈമറ്റ് കൂടെ ആയപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. ഈ ഒരു പൂ കണ്ടില്ലേ, എന്ത് രസമായിട്ട് അവർ അതിനെ കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയാമോ. കാരണം ഒരു എന്താ പറയുക, നല്ലൊരു രീതിയിൽ അതിനെ വെച്ചിട്ട് ആ ഒരു പൂവൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, അത്ര ഭംഗിയാണ് ഓരോ പൂക്കളും. ഈ ഒരു ചെടിക്ക് നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ ആവിയൊക്കെ പിടിക്കാൻ ഇതുകൊണ്ട് കുറേ പ്രയോജനമുണ്ട്. പനിക്കൂർക്കാന്ന് നമ്മളിവിടെ പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പറയട്ടോ. പിന്നെ റോസാ ചെടി, പിന്നെ അങ്ങനെ ബാക്കിലോട്ട് കുറേ ചെടികളുണ്ട്. അങ്ങനെ അതിൻ്റെ ബാക്കിലൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ആ ഫ്രൂട്ട് ഞാൻ എടുക്കാനായിട്ട് വന്നില്ല, കാരണം മഴയുടെ ഒരു ചെറിയൊരു സംഭവം ആയപ്പോഴത്തേക്കും ബാക്കി എനിക്ക് പിടിക്കാൻ ടൈം കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അടുത്ത ആന്തൂറിയത്തിൻ്റെ ബഹളമാണിത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ. നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണേ.